ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് മിൽക്ക് കേക്ക്, അതായത് ലെച്ചസ് കേക്ക്, അതാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കേക്കിന്റെ പ്രത്യേകത ഒരുവിധം എല്ലാവർക്കും അറിയാം, കാരണം ഇപ്പോഴത്തെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇത് 3 ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ബേസ് ആയിട്ട് ഏത് ഇഷ്ടപ്പെട്ട ഒരു കേക്കും റെഡിയാക്കാം, സ്പോഞ്ച് കേക്കോ എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കാം. ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു ഫ്ലഫി കേക്കാണ്. അതുപോലെ തന്നെ പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ ഒരു പോറിംഗ് ലിക്വിഡും, ഇത് 3ഉം കൂടി ചേരുന്നതാണ് ലെച്ചസ് കേക്ക്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ ഒരു ബേസ് കേക്ക് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ 2 വലിയ മുട്ടേൻ്റെയും മഞ്ഞ പ്രത്യേകവും വെള്ള പ്രത്യേകവും ആക്കി നമുക്ക് ആദ്യം തന്നെ സെപ്പറേറ്റ് ചെയ്തങ്ങ് എടുക്കാം. ഇപ്പം ഇത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഈ മഞ്ഞയിലാണ് നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കേണ്ടത്. അപ്പം ഇവിടെ ഞാനിവിടെ ഒരു ഫ്ലഫി കേക്ക് റെഡിയാക്കാനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ ചേർക്കുന്നത്. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഈ എഗ് യോക്കിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പം സാധാരണ സ്പോഞ്ച് കേക്കൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് അങ്ങനെ ഒരു ബേസും ചെയ്യാം. അത് ഏത് ബേസ് വേണമെങ്കിലും നമുക്ക് ലെച്ചസ് കേക്കിന് വേണ്ടി തയ്യാറാക്കാൻ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പം ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് 1/2 കപ്പ് ചേർത്തിരിക്കുന്നത്. അവരവരുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് മധുരമുള്ളവർക്ക് കുറച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. കൂടുതൽ ഫ്ലേവർ വേണമെന്നുള്ളവർ ചേർക്കാം, കാരണം കണ്ടൻസ്ഡ് മിൽക്കിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും മെൽറ്റ് ചെയ്ത ബട്ടർ ചേർക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ബീറ്റർ, ഇപ്പോൾ ഇലക്ട്രിക് ബീറ്റർ വേണമെന്നൊന്നുമില്ല, കൈവച്ച് തന്നെ നമുക്കിതുപോലെ നന്നായിട്ടങ്ങ് വിസ്ക് ചെയ്തെടുക്കണം. ഇപ്പം ഇതെല്ലാം ഒന്ന് മിക്സായി വരണം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് കോൺഫ്ലോർ പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ചേർക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇതിൻ്റെ കൂടെ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതങ്ങ് അരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് അരിച്ച് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. ഈ മാവ്, നമ്മുടെ മൈദമാവും ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ കോൺഫ്ലോർ പൊടിയും എല്ലാം കൂടി അതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ അരിഞ്ഞു വരണം. അപ്പം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ച് അതിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു സ്പാറ്റില വെച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് വൈറ്റ് ഒന്ന് റെഡിയാക്കാം. എഗ് വൈറ്റ് ഇതുപോലെ ഞാനൊരു ഹാൻഡ് ബ്ലെൻഡർ വെച്ചാണ് റെഡിയാക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. ഒന്ന് നല്ല രീതിയിൽ ബീറ്റായി ഒന്ന് വൈറ്റ് കളറിൽ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരണം. അല്ലാതെ ഒരുപാട് അങ്ങ് പീക്ക് ആവണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്കിതുപോലെ ഒന്ന് ഫ്ലഫി ആക്കി എടുക്കാം. ഞാനിവിടെ ഹാൻഡ് ബ്ലെൻഡർ വെച്ചാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ വെച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മാനുവലായിട്ടും ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ ഒരു മിക്സിലോട്ട് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ അത് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് അറിയാമല്ലോ, കട്ട് ആൻഡ് ഫോൾഡ് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ മിക്സ് ചെയ്യരുത്. എന്നാലേ അത് നല്ല രീതിയിൽ നമുക്ക് കേക്ക് റെഡിയാക്കാൻ പറ്റും. ഇതുപോലെ ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക, അതാണ് കട്ട് ആൻഡ് ഫോൾഡ് രീതി. ഈ രീതിയിൽ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പം ഈ മിക്സിനെ നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. ഈ ടൈമിൽ നമുക്കിത് കുക്ക് ചെയ്യേണ്ട രീതി നോക്കാം. ഞാനിതിവിടെ സ്റ്റീമിംഗ് മെത്തേഡിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവനിൽ വേണമെങ്കിൽ കുക്ക് ചെയ്യാം, അതല്ല നമ്മുടെ സ്റ്റൗവിൽ തന്നെ നമുക്ക് ബേക്ക് ചെയ്യേണ്ട രീതിയിൽ വേണമെങ്കിൽ ബേക്ക് ചെയ്യാം, അതല്ല സ്റ്റീമിംഗ് മെത്തേഡിലും ചെയ്യാം. അപ്പം ഞാനിതിപ്പോൾ ഇവിടെ സ്റ്റീമിംഗ് മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഇതുപോലെ ഞാനൊരു പാത്രത്തിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു
എയർ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറും. അതുപോലെ തന്നെ ഇതിൽ കാണിച്ചേക്കുന്ന പോലെ ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ വേറൊരു പാത്രം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന ആ ഒരു ട്രേ വെക്കാനായിട്ട് വേണ്ടിയാണ് ഒരു പാത്രം വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ചൂടുള്ള പാത്രം വെക്കുന്ന ആ ഒരു ഇതുണ്ടെങ്കിൽ അത് വെച്ചാലും മതി. എന്തെങ്കിലും ഒരു പാത്രം മതി. അതിങ്ങനെ അടച്ചിട്ട് ആ വെള്ളം തിളയ്ക്കുന്നവരെ ഇങ്ങനെ അടച്ചു വെക്കണം. അതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യണം. സ്റ്റീം ചെയ്യുമ്പോൾ ഇങ്ങനെ കവർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആ ഈർപ്പം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇതിനെ ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇറക്കി കൊടുക്കാം. ഇതിനെ ബാറ്ററിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ അങ്ങ് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം അത് ആ ചൂട് നല്ല ആവിയൊക്കെ വരുന്നതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാടൊന്നും വെള്ളം വേണ്ട. വെള്ളം വറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ സ്റ്റീം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് വേകുന്ന ടൈമിൽ നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗളും അതുപോലെ ബീറ്ററിൻ്റെ ആ ഒരു ഈ ബ്ലേഡും ഇത് ഇത്രയും ഞാൻ ഒന്ന് ഫ്രീസറിൽ വെച്ച് 20 മിനിറ്റ് തണുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് വിപ്പിംഗ് ക്രീം ചെയ്താലേ അത് നല്ല പീക്കായിട്ട് വരും. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഞാനിവിടെ ഇങ്ങനെ ഡ്രീം വിപ്പിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം ഡയറക്റ്റ് എടുക്കുന്നവർ ഒരു 1/2 കപ്പ് എടുത്ത് ബീറ്റ് ചെയ്താൽ മതി. ഞാനിവിടെ ഇതുപോലെ പൗഡറാണ്. അപ്പോൾ ആ പൗഡർ നമുക്ക് ഒരു സാഷ കംപ്ലീറ്റ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് പാല് കൂടി ചേർക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പോളം പാല്, അതായത് 1/4 കപ്പല്ല 1/2 കപ്പോളം പാല് ചേർക്കണമെന്നാണ് ആ സാഷയിൽ എഴുതിയേക്കുന്നത്. അപ്പം ഞാനിവിടെ 1/4 കപ്പ് പാല് യൂസ് ചെയ്തിട്ട് ബാക്കി എടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഫുൾ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ചൊന്ന് ക്രീമി ടെക്സ്ചറായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇനിയിപ്പോൾ പാല് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലിപ്പോൾ ഓൾറെഡി ഫ്ലേവർ ഉണ്ട്, മധുരവും ഉണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതി കൺസിസ്റ്റൻസി ഇരിക്കണം. ഇതിങ്ങനെ വന്ന് വീഴരുത്. നല്ല പീക്കായിട്ട് ഇരിക്കണം. അതുപോലെ തന്നെ പാല് ഞാൻ അടുത്ത 1/4 കപ്പ് ഫുൾ എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം 1/2 കപ്പ് ഫുള്ളായിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂണും കൂടി കൂടുതൽ എടുത്തു. അത്രയേ ആവശ്യം വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് പോറിംഗ് ലിക്വിഡ് റെഡിയാക്കാനായിട്ട് ഇതുപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാല് ഞാനിവിടെ 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ 1/4 കപ്പാണ്. അത് 2 പ്രാവശ്യം ചേർക്കാം. അപ്പോൾ 1/2 കപ്പായി. ഇതിനെ നമുക്ക് തിളച്ച് വരണം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മധുരം ചേർക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് അടുത്ത് ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ് ഫുള്ള് ഞാൻ തികച്ചെടുത്തിട്ടില്ല. ഏകദേശം അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. അപ്പം ഞാൻ നമ്മുടേതായ മധുരത്തിനനുസരിച്ചാണ്. അപ്പോൾ ചിലർക്കത് കൂടുതൽ വേണം, ചിലർക്ക് കുറച്ച് വേണം. അപ്പോൾ അതിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഇവാപ്പറേറ്റഡ് മിൽക്ക് കൂടി ചേർക്കണം. ഈ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഇവിടെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു 1.5 ലിറ്റർ പാലിനെ തിളപ്പിച്ച് വറ്റിച്ച് 1/2 ലിറ്ററാക്കി മാറ്റണം. അപ്പോഴതൊന്ന് കുറുകി ഇവാപ്പറേറ്റഡ് ആവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാം. ഇതിങ്ങനെ കിട്ടുന്നത് കൊണ്ട് 3 എണ്ണവും കൂടി ഈ 3 ടൈപ്പും കൂടി ചേർത്ത് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അവൈലബിൾ അല്ലാത്ത ആൾക്കാർ കുറച്ച് കൂടുതൽ ഒരു 2 ലിറ്റർ പാലെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര മധുരത്തിന് ചേർത്ത് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ഫ്ലേവർ വേണോ ചേർക്കാം. ഇതിൽ ഓരോരുത്തരും ഓരോ ഫ്ലേവർ ചേർക്കും. ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വൈറ്റ് കളറിൽ ഇരിക്കുന്നതാണ്. പക്ഷേ പിസ്ത ഫ്ലേവർ ചേർക്കാം, അല്ലെങ്കിൽ റോസ് ഫ്ലേവർ ചേർക്കാം, എന്ത് ഫ്ലേവറും ചേർക്കാം. അതും കൂടി ചേർത്ത് തിളപ്പിച്ച് ഏകദേശം അതിൻ്റെ 1/4 ഭാഗമായിട്ട് തിളപ്പിച്ച് കുറഞ്ഞ് വരുമ്പോൾ ഈ ടേസ്റ്റ് തന്നെ വരും. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ചേർക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് തിളച്ചിട്ട് അതങ്ങ് ആറാനായിട്ട് വെച്ചാൽ മതി. അതേസമയം നമ്മൾ 2 ലിറ്റർ പാലിനെ ചെയ്യുമ്പോൾ ഒരുപാട് തിളച്ച് വറ്റിച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്കിത് അത് അപ്പം തന്നെ അങ്ങനെ കുറുകി അങ്ങ് വരും. അപ്പം നമുക്കത് തണുപ്പിക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഇത് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. കേക്ക് ഇപ്പോൾ 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം നല്ല ചൂടാണ്, സൂക്ഷിച്ച് വേണം ഓപ്പൺ ചെയ്യാൻ. ആ ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് ഈ കേക്കിനെ ഒന്ന് കുത്തി നോക്കാം. അതിങ്ങനെ നോക്കുന്ന സമയത്ത് ആ ടൂത്ത് പിക്കിൽ ബാറ്റർ എന്തെങ്കിലും പറ്റി വരുന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടില്ല എന്നാണ്. ഇതിലിപ്പോൾ ക്ലീൻ ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനർത്ഥം നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് തണുപ്പിക്കാനായിട്ട് വെക്കാം.
അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന വിപ്പിംഗ് ക്രീം അതിനെ നമുക്കൊരു പൈപ്പിംഗ് ബാഗിൻ്റെ അകത്തോട്ട് മാറ്റാം. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കേക്ക് എടുത്ത് അതിലോട്ട് റെഡിയാക്കാം. ഇതുപോലെ പൈപ്പിംഗ് ബാഗിൻ്റെ അകത്തോട്ട് ഇതെല്ലാം ഒന്നങ്ങ് മാറ്റിയേക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നതിന് അത് നമുക്കൊന്ന് എടുക്കാം. അത് ആദ്യം തന്നെ നമുക്ക് ഈ ലെച്ചസ് കേക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുക്കണം. അപ്പം ഞാൻ ഈ ഒരു പ്ലേറ്റിലാണ് ഇതിനെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ കേക്കിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ കേക്കിൻ്റെ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കറക്റ്റിനടുത്ത് വെക്കാം. ഇപ്പം നല്ല സോഫ്റ്റ് കേക്കാണ്. സാധാരണ സോഫ്റ്റ് കേക്ക് പോലെയല്ല, ഒരു ഫ്ലഫി കേക്ക്. ഇതിനെ ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിനാണ് എടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന രീതിയിലല്ല ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് അങ്ങ് സോഫ്റ്റായി പോയാൽ ഇത് ഒഴിക്കുമ്പോൾ തന്നെ അങ്ങ് സോക്കായി പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഫോർക്ക് വെച്ചൊന്ന് ഈ ഒരു കേക്കിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒഴിക്കുന്ന ആ ഒരു ലിക്വിഡ് നന്നായിട്ട് അതിലേക്ക് സോക്കാവാനാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, ആ പോറിങ് ലിക്വിഡ് അത് തണുത്തിരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ലിക്വിഡിനെ നമുക്ക് പതുക്കെ ഇതുപോലെ സ്പൂൺ വെച്ച് ഇതിൻ്റെ മേളിലൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സോക്കായി ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനകത്തോട്ടൊക്കെ ആ ഒരു മിൽക്കിൻ്റെ ഫ്ലേവർ ഇറങ്ങിക്കോളും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം നേരത്തെ ഇതുപോലെ കുറച്ച് ഇതിൻ്റെ നമുക്ക് ഡിസൈൻ ഇങ്ങനെ റെഡിയാക്കണം. അപ്പോൾ ആ ഒരു ഡിസൈൻ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡിസൈൻ റെഡിയാക്കാം. ഇതുപോലെ കുറേശ്ശെ ഡിസൈൻ ഇഷ്ടപ്പെട്ട പോലെ റെഡിയാക്കി ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഡിസൈൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ബദാമും കാഷ്നട്ടും കുറച്ച് കിസ്മിസും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിനെ ഇങ്ങനെ മുകളിലൂടെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത കട്ട് ചെയ്തിടാം. അങ്ങനെ എന്ത് വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ലെച്ചസ് കേക്ക്. ഈ കേക്കിൽ ഇനി കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പോറിങ് ലിക്വിഡ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൽ ഇരുന്ന് സോക്കായി വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് വേണം കേക്ക് നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് അത് സെർവ് ചെയ്യേണ്ടത്. സെർവ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഒന്നുകിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പോറിങ് ലിക്വിഡും കൂടി ചേർത്ത് കേക്ക് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ പോർ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലെച്ചസ് കേക്ക്. ഇത് നമുക്ക് തണുപ്പിച്ച് വേണമെങ്കിൽ ഒഴിക്കാം. ആ ലിക്വിഡ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് തണുപ്പിച്ച് വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ലെച്ചസ് കേക്ക്. അപ്പോൾ ഈ ലെച്ചസ് കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ടെക്സ്ചറിലിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഷെയർ ചെയ്താൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് റെസിപ്പി എത്തുകയുള്ളൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.